തുളുമ്പും കനിക്കൂട്ടം അതിശയം വണ്ണത്തിൽ പൂച്ചയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം തുളസെല്ലും കാറ്റ് മേലിസയാത അതിശയം ഗുരുനാഥൻ എല്ലാമേ കുയിൽ പാട്ട് അതിശയം അതിശയമേ അസന്ത് പോകും നീ എന്തെന്നതിശയം. ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മെലസ്റ്റോമ പൂക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മെലസ്റ്റോമേനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നിറയെ പൂക്കളുണ്ടായിരുന്നു. മഴ പെയ്തതോടുകൂടി എല്ലാം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ആകെക്കൂടുള്ളപ്പോൾ ഇതൊക്കെയാണ്. പക്ഷേ നിറയെ മൊട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഈ ഒരു ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല. അത് ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പം ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ചത് കണ്ടായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. പക്ഷേ ഈ ഒരു ഡിഫറൻസ് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡ് കൂടി ഉണ്ടെന്ന്. പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അത് ഇതിലും ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര നല്ല വലിയ പൂക്കളാണ്. പിന്നെ ഇതും ഒരു ചെറിയ കഷ്ണം കൊമ്പ് കഴിഞ്ഞ മഴയത്ത് കുത്തിയിട്ടു. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കമ്പുകൾ ഞാൻ പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് പിടിച്ചില്ല. പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. റൂട്ടിംഗ് ഹോർമോണൊന്നും കൊടുക്കാതെ ആയിരുന്നു ഞാൻ വെറുതെ ജസ്റ്റ് ഒരു സാമ്പിൾ നോക്കിയതാണ്. പക്ഷേ അത് പിടിച്ചിട്ടില്ല. പക്ഷെ അത് പിടിച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാര്യമായിട്ടൊന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെയാണ് പരിചരണങ്ങൾ, നന്നായി പൂക്കൾ ഇടാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം നമ്മുടെ മെലസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എവർഗ്രീൻ സ്ട്രബ് മെലസ്റ്റോമാറ്റേസി എന്നുള്ള ഫാമിലിയിലെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. പ്രിൻസസ് ഫ്ലവർ എന്ന് പേരുണ്ട്. അതിൻ്റെ റോയൽ പർപ്പിൾ ഷെയ്ഡ് കാരണമാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. ടിബോച്ചീന എന്ന് പേരുന്നുണ്ട്, ഗ്ലോറി ബുഷ് എന്ന് പേരുണ്ട്, പർപ്പിൾ ഗ്ലോറി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ശരിക്കും ഒരു പൂമ്പാറ്റ പോലെ തന്നെയാണ്. ബട്ടർഫ്ലൈ ഡാൻസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അത്രയും മനോഹരമാണ്. ശരിക്കും നിങ്ങൾക്ക് കൺകുളിർക്കെ കാണാൻ മാത്രം ഞാൻ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡും. അത് നിങ്ങൾ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. മണ്ണിലും അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലും നടാം. മണ്ണിലാകുമ്പം അത്യാവശ്യം വലിയ മരമായിട്ട് മാറും. ചട്ടിയിലാകുമ്പോൾ കുറച്ച് കൺട്രോൾഡ് ആയിട്ടായിരിക്കും അതിൻ്റെ വളർച്ച ഉണ്ടാവുക. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് പിടിപ്പിച്ച് കിട്ടാൻ നല്ല പ്രയാസമാണെന്ന്. ഞാൻ എന്തോ ഭാഗ്യത്തിന് നല്ല മഴ സമയത്തായിരുന്നു അന്ന് കുത്തി പിടിപ്പിച്ചത്. എന്തോ ഭാഗ്യത്തിന് അത് പിടിച്ച് കിട്ടി. ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാര്യമായിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം ചെടി മണ്ണിൽ വെച്ചത് നന്നായിട്ടൊന്ന് പിടിച്ച് കുറച്ച് പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചുവടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഫെർട്ടിലൈസേഷൻ കൊടുക്കാൻ. മെയിനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ജൈവവളമാണ്. എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് കൂടിയിട്ടുള്ളൊരു മിശ്രിതം നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് പൂക്കൾ ഇടുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഒരു വെളിച്ചം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക. എന്താണെന്ന് വെച്ചിട്ട് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ വെക്കണ്ട. കണ്ടില്ലേ, പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഓപ്ഷൻ തോന്നുക വലിയ മരമൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് മണ്ണിൽ തന്നെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. ഇനി ചട്ടിയിലുള്ളതും ഞാൻ കാണിച്ചു തരാം. ചട്ടിയിലുള്ളത് വേരൊക്കെ ഒരുപാട് വന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലകൾക്കൊക്കെ നിങ്ങൾ കണ്ടോ ഒരു ഓട്ടോട്ട പോലെ ചിലപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫംഗിസൈഡ് ഇല്ലേ, അതൊരു ലിറ്റർ വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്നെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുരട്ടിൽ കൊണ്ടൊഴിക്കും. അപ്പം വലിയ പ്രശ്നമില്ല. പിന്നെ മീലി ബഗ്സിൻ്റെ ഒരു ആക്രമണം ഇടയ്ക്ക്, അത് വെയിൽ തീരെ കിട്ടാത്തൊരു സ്ഥലത്തൊക്കെയാണ് നമ്മൾ ചട്ടി വെച്ച സമയത്ത് ഉണ്ടായിരുന്നു. ചട്ടീൻ്റെ അകത്ത് വെച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മീലി ബഗ്സ്. അപ്പോൾ ഞാൻ നമ്മളെ സ്പ്രേ ഇല്ലേ, നമ്മുടെ സ്ഥിരം പറഞ്ഞ മീലി ബഗ്സിന് കൊടുക്കുന്ന നമ്മളെ സോപ്പ് വാട്ടർ സ്പ്രേ, അത് കൊടുത്താൽ മതി. അതിൽ കുറച്ച് വേപ്പിനെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോകുന്നൊരു ഇതാണ്. അപ്പം ഞാൻ കണ്ടില്ല, ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇങ്ങനെ ഓട്ടോട്ടയായിട്ട് കണ്ടില്ല. ഇതൊരു സംഗതി പോകാൻ നമുക്ക് ആ ഒരു ഫംഗിസൈഡ് തന്നെ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. അതിപ്പോൾ ഈ ഒരു ചെടിയെന്നല്ല, എല്ലാ ചെടികൾക്കും നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ ഒക്കെ എല്ലാവർക്കും മടിയായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്കതിൻ്റെ ചുവട്ടിലെ ഇത് കാണാം. ഇപ്പം ഞാൻ ഓൾറെഡി വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ റൂട്ട് ബൗണ്ട് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റൂട്ട്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. മുകളിലേക്കൊക്കെ റൂട്ട് വന്നിട്ടുണ്ട്, സ്പേസ് ഇല്ലാതെയായിട്ട്. അപ്പോൾ വലിയൊരു മരം ആവുന്ന ഒരു സൈസായിരുന്നു ഇത്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൂടി ഇങ്ങനെ പോട്ടെ, എന്താവും സ്ഥിതി. പക്ഷേ ഇതുവരെ കേടൊന്നും ചെടിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് പെരേനിയലാണ്. ഒരുപാട് വർഷം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പം നിങ്ങൾ ചെടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത മണ്ണിൻ്റെ മിശ്രിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പോർഷൻ സാധാരണ നമ്മളെ മണ്ണ്, ഗാർഡൻ സോയിൽ, ഒരു പോർഷൻ മണൽ, ഒരു പോർഷൻ കമ്പോസ്റ്റ്, ചാണകം ഓർ ആട്ടിൻകാട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ ഒരു പോർഷൻ കൊക്കോപീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ്. ഈ 4 സംഭവം കൂടിയും മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കവർ കയറിയിട്ട് അതിലേക്ക് നമ്മൾ പോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പിന്നെ കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞിട്ട് മാത്രം ഫെർട്ടിലൈസേഷൻ കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ പിങ്ക് മെലസ്റ്റോമ. നമ്മൾ നേരത്തെ ഒരു പർപ്പിൾ ഷെയ്ഡ് അല്ലായിരുന്നു, ഇതൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത തോന്നി. ഇത് ഞാൻ വീഡിയോ എടുത്ത് അന്ന് എന്തോ ഭാഗ്യത്തിൻ്റെ വീഡിയോ എടുത്ത് വെച്ചാൽ അതിനെക്കൊണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഡിഫറൻസ്, ഇങ്ങനൊരു ഷെയ്ഡ് കൂടി അതിനുണ്ടെന്ന്. നിങ്ങൾക്ക് അതിൻ്റെ മൊട്ടുകൾ നോക്കിയാൽ കാണാം അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് കണ്ടോ. ഒരു പിങ്ക് മൊട്ടാണ്, മറ്റേതിനൊരു വയലറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, ഇത് വൈറ്റ് മെലസ്റ്റോമയാണ്, എൻ്റെ റെയർ പീസാണ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഈ ഒരു ചെടി ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് കേട്ടോ. ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ നിറയെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം 2-3 തവണ പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ മിശ്രിതം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിൽ, ഞാനിപ്പം സാധാരണ നമ്മൾ മണ്ണിലേക്കാണ് നടുന്നത്, ചട്ടിയിലേക്കല്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ട മിശ്രിതം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എല്ലുപൊടിയും അതുപോലെ തന്നെ കുറച്ച് ചാണകവും അങ്ങനെ അടിയിൽ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ മേൽമണ്ണ് ഇളക്കി കൊടുക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടിമണ്ണിൽ നമ്മൾ അടിയിൽ അങ്ങനെ ആ ഒരു വളം നിന്നോളൂ. പക്ഷേ മേൽമണ്ണാകുമ്പോൾ ആ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങോട്ട് ഒലിച്ചു പോകുകയെ. അപ്പോൾ അത് കാരണം നമ്മൾ അടിയിൽ നല്ല വളം കൊടുക്കുക. പ്രത്യേകിച്ചും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് വേരൊക്കെ പിടിച്ചൊരു ചെടിയായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പം നമ്മളെപ്പോഴും അടിയിൽ വളം കൊടുത്തിട്ട് നന്നായിട്ട് വലിയൊരു കുഴി അതിനായിട്ട് സെറ്റ് ചെയ്യുക. ചെറിയ പിശുക്കിയിട്ട് കുഴി വെക്കരുത്, നന്നായിട്ട് അത്യാവശ്യം ഈ ഒരു ചെടി ഇറങ്ങി നിൽക്കാനുള്ള ഒരു കുഴി തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടിയിൽ വളം കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുക. നന്നായിട്ട് നനച്ചു കൊടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ അതിൽ അങ്ങനെ ഉണ്ടായിക്കോളും. മണ്ണിലൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അവൈലബിലിറ്റി എന്തായാലും ഉണ്ടാക്കും. ചട്ടിയിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മറന്നു പോയാൽ അങ്ങനെ ഒരു ഉണങ്ങിപ്പോകുന്ന പ്രശ്നമൊക്കെ വരിക. പിന്നെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ട്രിം ഓഫ് ചെയ്യേണ്ട. ആ ഒരു പൂക്കൾ ഉണ്ടായ ആ ഒരു തണ്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഡീപ്പ് പ്രൂണിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ചെടി മര്യാദയ്ക്ക് നന്നായിട്ട് ശാഖകളൊക്കെ ഉണ്ടായിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് മെയിൻ്റനൻസ് ഒന്നുമില്ല, മറ്റുള്ള ചെടികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വൈറ്റ് മെലസ്റ്റോമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്, പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും മനോഹരമാണ് അതിൻ്റെ പൂക്കൾ. ഇതൊരു വൈറ്റ് ബട്ടർഫ്ലൈ പോലെ തന്നെ എനിക്ക് തോന്നി. പിന്നെ നന്നായിട്ട് ഇലകൾ ഉണ്ടാവാൻ, ഇപ്പം ഞാനിപ്പോൾ കൊഴിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഉള്ള ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി. പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇലകൾ ഉണ്ടാവാൻ ഒരു ടിപ്പുണ്ട്. നമ്മൾ എപ്സം സോൾട്ട് ഇല്ലേ, ഞാൻ ഓൾറെഡി നമ്മൾ 10 മണിയിൽ കാണിച്ചിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 1 ടീസ്പൂൺ ഇട്ടും എപ്സം സോൾട്ട്, മെഗ്നീഷ്യം സൾഫേറ്റ് കലക്കി ഒഴിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം നന്നായിട്ട് ഇലകളൊക്കെ വന്നോളും. ഈർപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായത് കാരണം ഒരിക്കലും വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്തായാലും ചെടി ഉണങ്ങി പോവും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.